മുന്നറിയിപ്പ് എന്ന സിനിമ അനാലിസിസ് ചെയ്യാൻ പലരും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചത് ഇതിലെന്താണ് ഇത്രയും അനാലിസിസ് ചെയ്യാനുള്ളത്. പക്ഷേ വീണ്ടും കണ്ടപ്പോഴത്തേക്ക് ആ സിനിമയുടെ പേര് തന്നെ അനാലിസിസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയത്. മുന്നറിയിപ്പ്. ഈ സിനിമയിൽ എന്താണ് മുന്നറിയിപ്പ്? ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് വരുന്ന പ്രതികൾ കുറ്റവാസന മാറില്ല എന്നതാണോ മുന്നറിയിപ്പ്? അല്ല. ഈ സിനിമയിലെ മുന്നറിയിപ്പ് എന്ന ഹെഡ്ലൈൻ കഴിഞ്ഞാലുടൻ കാണിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ കുറെ ഉറുമ്പുകൾ പല്ലിയെ താങ്ങിക്കൊണ്ടു പോകുന്ന ഒരു സീനാണ്. ഒരു ഭിത്തി കൂടി പല്ലിയെ പൊക്കിക്കൊണ്ട് പോകുന്ന സീനാണ്. പലരും ഇത് മാധ്യമപ്രവർത്തകരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് മാധ്യമപ്രവർത്തകർ ശവത്തെ പോലും തിന്ന് ജീവിക്കുന്നു എന്നൊരു അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ഒരു കഥ നോക്കുമ്പോഴത്തേക്കും അഞ്ജലി എന്ന മാധ്യമപ്രവർത്തക രാഘവനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് സിനിമയുടെ കഥ പോകുന്നത്. അത് വെച്ച് നമുക്ക് അതിൽ സംശയം ഉണ്ടെങ്കിലും ഡയറക്ടർ വേണുവിനോട് ഒരു ഇന്റർവ്യൂവിൽ ആങ്കർ ചോദിച്ചപ്പോഴത്തേക്ക് വേണു പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ സിനിമയിൽ വന്നുപോയതാണ്, അല്ലാതെ അതൊന്നും ഉദ്ദേശിച്ച് ചെയ്തത് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ് ആ ഒരു ഉറുമ്പ് പല്ലിയെ കൊണ്ടുപോകുന്ന സീൻ വഴി ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു കൂട്ടം ഉറുമ്പുകൾ ചത്ത പല്ലിയെ ഒരു ഭിത്തിയിൽ കൂടി കൊണ്ടുപോവുകയാണ്. ഭിത്തി കാണിക്കുന്നതിനോടൊപ്പം ചുമന്ന പെയിന്റ് അടിച്ച തറഭാഗവും കാണിക്കുന്നുണ്ട്. അതായത് ഒരു കൂട്ടം ഉറുമ്പുകൾ തറയിലോട്ട് കയറാതെ ഭിത്തിയിൽ കൂടി തന്നെ, ഒരു ബൗണ്ടറി കണക്കെ ഭിത്തിയിൽ കൂടി തന്നെ ആ പല്ലിയെ കൊണ്ടുപോവുകയാണ്. പക്ഷേ ആ പല്ലിയെ പിടിച്ചേക്കുന്ന ഉറുമ്പുകളിൽ 4-5 ഉറുമ്പുകൾക്കല്ലാതെ ആ ഭിത്തിയുമായി കോൺടാക്ട് ഇല്ല. അവിടെ ഒരു തറയുമായി കോൺടാക്ട് ഇല്ല. അവിടെ ഒരു തറയുണ്ട് എന്നൊരു അറിവില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും ഉറുമ്പുകൾ ആ തറയിലേക്ക് കയറാതെ ഈ പല്ലിയെ കൊണ്ടുപോയത്? അത് ഈ തറയുമായി ബന്ധപ്പെട്ട 4-5 ഉറുമ്പുകളുടെ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ രാഘവൻ എന്ന ക്യാരക്ടർ അയാളെ കേൾക്കുന്ന, വായിക്കുന്ന സമൂഹത്തോട് അയാളെക്കുറിച്ച് കുറെ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ സിനിമ മുന്നറിയിപ്പ് എന്ന പേരിൽ വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി രാഘവനിലേക്ക് വരാം. 14 വർഷത്തെ ജീവപര്യന്തം 2 സ്ത്രീകളെ കൊലപ്പെടുത്തിയതിന്റെ ശിക്ഷയായിട്ട് അനുഭവിച്ച് കഴിഞ്ഞിട്ടും ആ ജയിലിൽ നിന്ന് പോകാതെ 20 കൊല്ലമായിട്ട് ആ ജയിലിൽ തന്നെ താമസിക്കുന്ന രാഘവൻ എന്ന വ്യക്തിക്ക് അധികം ശരീരം അനങ്ങാതെ, ജോലി ചെയ്യാതെ, ഭക്ഷണം കഴിച്ച് നന്നായിട്ട് കിടന്നുറങ്ങി ആ ഒരു ജീവിതമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അതാണ് അയാളുടെ സ്വാതന്ത്ര്യമായി അയാൾ കണക്കാക്കുന്നത്. അതാണ് ആ ബാറിൽ ഇരിക്കുന്ന സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം എന്നത് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും. നിങ്ങളുടെ സ്വാതന്ത്ര്യം ആയിരിക്കില്ല എന്റെ സ്വാതന്ത്ര്യം. രാഘവന്റെ സ്വാതന്ത്ര്യം ഇതാണ്. അധികം സ്ട്രെയിനും പ്രഷറൊന്നും ഇല്ലാതെ കറക്റ്റ് സമയത്ത് ആഹാരം കഴിച്ച് കിടന്നുറങ്ങി മുന്നോട്ട് പോകുക എന്നാണ് രാഘവന്റെ സ്വാതന്ത്ര്യമായി രാഘവൻ കണക്കാക്കുന്നത്. ഇതിന് എതിരെ നിൽക്കുന്ന ആൾക്കാരെ കൊല്ലാനുള്ള ഒരു മാനസിക സ്ഥിതി രാഘവനുണ്ട്. ആ ഒരു രീതിയിലാണ് 2 സ്ത്രീകളെ കൊന്നിരിക്കുന്നത്. ഒന്ന് ഭാര്യ. രാഘവന്റെ പുസ്തകത്തിൽ ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, പ്രണയം നല്ലതാണ്, പക്ഷെ സാഷ്ടാംഗ പ്രണയം അത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭാര്യ രാഘവനിൽ നിന്ന് ആഗ്രഹിച്ച സാഷ്ടാംഗ പ്രണയം അതുകൊണ്ട് ഉണ്ടായ സ്വാതന്ത്ര്യമില്ലായ്മയെ തുടർന്നായിരിക്കാം ഭാര്യയെ കൊലപ്പെടുത്തിയത്. ഈ സ്ത്രീകളെ കൊല്ലുന്ന ആ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം അത് സിനിമയിൽ തുടക്കത്തിൽ നമ്മൾ നോർമൽ രാഘവനെയാണ് കാണിക്കുന്നതെങ്കിലും അപ്പോൾ രാഘവനിലും ആ ഒരു പ്രോബ്ലം നിലനിൽക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സിനിമ തുടങ്ങുമ്പോൾ രാഘവനെ അടുത്ത് കാണിക്കുന്നത് രാഘവൻ രാത്രിയിൽ നിലാവ് നോക്കി ഉറക്കമില്ലാതെ കിടക്കുന്ന രാഘവനെയാണ്. പക്ഷേ അഞ്ജലിയെ പരിചയപ്പെട്ട അഞ്ജലി പുറത്തിറക്കാനുള്ള അവസാന കളമ്പ് വരെ എത്തുമ്പോൾ, അതായത് പുറത്തിറങ്ങാറാവുമ്പോൾ രാഘവൻ സുഖമായി കിടന്ന് ഉറങ്ങുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഒരുപക്ഷെ ആ ജയിലിൽ നിന്ന് സ്വതന്ത്രനാകുന്നതിന്റെ ഒരു സന്തോഷത്തിൽ കിടന്നുറങ്ങുന്നതാണെന്ന്, അല്ലെങ്കിൽ ജയിലിൽ കിടന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷനിലായിരിക്കാം അയാൾക്ക് ഉറക്കമില്ലാത്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ അനാലിസ് ചിന്തിക്കാം. പക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുന്നത് രാഘവന് ജയിലിൽ നിന്ന് പോകാൻ താല്പര്യമില്ല എന്ന് രാഘവൻ വ്യക്തമായി ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ അഞ്ജലിയെ കൊലപ്പെടുത്തിയിട്ട് വീണ്ടും ജയിലിൽ വരുമ്പോൾ സിനിമയുടെ അവസാനം രാഘവൻ സുഖമായി കിടന്നുറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം സിനിമയുടെ തുടക്കത്തിൽ 20 വർഷമായിട്ടും ജയിലിൽ കിടന്നിട്ടും ആ ഒരു കൊലപാതക പ്രവണതയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം രാഘവൻ ഉറക്കം വരാത്തത്. പിന്നീട് അഞ്ജലി വന്ന് തന്റെ ജയിലിലെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി പുറത്തു പോകാൻ പോകുന്നു എന്നൊരു പ്രഷറിൽ അഞ്ജലിയാണ് അടുത്ത ഇര എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴത്തേക്കായിരിക്കാം രാഘവൻ വീണ്ടും ഉറങ്ങി തുടങ്ങുന്നത്. അവസാനം അഞ്ജലിയെ കൊലപ്പെടുത്തി തന്നിലെ ആ മാനസിക രോഗി സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ വീണ്ടും ജയിലിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്ന രാഘവനെ നമുക്ക് കാണാൻ പറ്റും. ഈ കൊലപാതകങ്ങളൊന്നും രാഘവൻ യഥാർത്ഥത്തിൽ തെറ്റായിട്ടോ യഥാർത്ഥ കൊലപാതകമായി പോലും കാണുന്നില്ല. അത് രാഘവന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിയവരെ ഇല്ലാതാക്കുക, രാഘവന് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കിയവരെ തട്ടിമാറ്റുക എന്ന് മാത്രമേ രാഘവൻ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ രാഘവനെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ അഞ്ജലി ഇരിക്കുന്ന ആ റൂമിലോട്ട് രാഘവൻ കടന്നു വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പ്രാവുകളുടെ ചിലമ്പലും പിന്നെ അതിന്റെ ചിറകടികളും ഒക്കെയാണ് കേൾപ്പിക്കുന്നത്. ഒരുപക്ഷെ അത് രാഘവന്റെ സ്വാതന്ത്ര്യം, ആ ജയിലിലാണെങ്കിൽ രാഘവൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആയിരിക്കാം റെപ്രസെന്റ് ചെയ്തത്. പക്ഷേ ആ ഒരു ഇന്റർവ്യൂ കഴിയാറാകുമ്പോൾ യഥാർത്ഥത്തിൽ ജയിലിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് രാഘവനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയിലിലെ ആ ഒരു മണിയുടെ ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും. ഒരുപക്ഷെ രാഘവൻ ജയിലിൽ അഴിക്കുള്ളിലാണ് എങ്കിലും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് ശരിയായ സ്വാതന്ത്ര്യമില്ലായ്മയുടെ അഴിക്കുള്ളിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന് സംവിധായകൻ മുന്നേ കാണിച്ചു തന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം സിനിമയിൽ അഴിക്കുള്ളിൽ കിടന്ന സ്വാതന്ത്ര്യമുള്ള രാഘവനെയും കാണിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം എന്ന വേദന വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയും രാഘവനെ കാണിക്കുമ്പോൾ ജനൽപ്പാളികളുടെ അഴിക്കുള്ളിലാണ് രാഘവനെ കാണിക്കുന്നത്. ആ രാഘവനെ പുറത്തു കൊണ്ടുപോയി താമസിപ്പിക്കുമ്പോൾ ഫുഡുമായിട്ട് വരുന്ന ആ ഡെലിവറി പയ്യൻ വന്നിട്ട് രാഘവൻ കഥ എഴുതുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് കഥ ഉണ്ടാക്കി പറയുന്നു. അത് ഫസ്റ്റ് ടൈം ഫ്ലോപ്പ് ആയപ്പോൾ വീണ്ടും രാത്രി വന്നിട്ട് ആ കഥ തുടർന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങനെയല്ല, ഇങ്ങനെ ആവാം, മെഴുകുതിരിക്ക് വരാൻ ബൾബുകളാവാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാഘവൻ പറയുന്നുണ്ട്, എന്തായാലും നിന്റെ കഥയ്ക്ക് ഒരു ഗുണപാഠമാണ്.
ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയരുത് എന്നുള്ളത്. അതായത് അവന് കഥ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയുന്നതുകൊണ്ടാണ്. ഈ സിനിമയിൽ അഞ്ജലി ഈ രാഘവനെ ആ റൂമിൽ കൊണ്ട് ഇരുത്തിയേക്കുന്നത് എന്തിനാണ്? രാഘവന്റെ കഥ രാഘവനെ കൊണ്ട് എഴുതിക്കാനാണ്. പക്ഷെ രാഘവന്റെ കഥ, രാഘവന്റെ യഥാർത്ഥ കഥ കൊലപാതകങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അത് രാഘവൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ രാഘവൻ എഴുതണമെങ്കിൽ അതൊരു നുണക്കഥ എഴുതേണ്ടി വരും. ആ നുണക്കഥ എഴുതാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് രാഘവന് എഴുതാൻ പറ്റാത്തത്, കഥ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതാണ് ഇവിടെ കുട്ടിയോട് പറയുന്നത് പോലെ നിന്റെ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്, ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയരുത് എന്നുള്ളത്. ഇല്ലാത്ത കഥ ഉണ്ടാക്കി എഴുതാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് രാഘവന് ആ പേപ്പറിൽ ഒരു വാക്ക് പോലും എഴുതാൻ പറ്റാത്തത്. മറ്റൊരു കാര്യം ഈ സിനിമയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്, രാഘവൻ ആ റൂമിൽ കൊണ്ടിരുത്തി ഒരു സീനിൽ രാഘവൻ ഇതുപോലെ ഡെലിവറി പയ്യൻ കയറി വരുമ്പോൾ കൈ ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് ആ കട്ടിലിരിക്കുന്നത് കാണാം. മറ്റൊരു സീനിൽ ആ മേശയുടെ രാഘവൻ ഇരിക്കുമ്പോൾ ആ പയ്യൻ കയറി വരുമ്പോഴത്തേക്ക് ഇതുപോലെ കൈ യോജിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നീട് അഞ്ജലി കയറി വരുമ്പോഴത്തേക്ക് രാഘവൻ ഏകദേശം ഇതുപോലെ കൈ വെച്ചേക്കുന്നതാണ്. ഒരുപക്ഷെ രാഘവനിലെ ആ ഒരു മാനസിക പ്രശ്നം നോർമാലിറ്റിയെ കടർന്ന് രാഘവനിലെ അബ്നോർമാലിറ്റിയിലേക്ക് എത്തുന്നു എന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണോ ഈ ഒരു സീൻ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം സിനിമയുടെ തുടക്കത്തിൽ അഞ്ജലി കഥ എഴുതാൻ ചെറുതായിട്ട് പ്രഷർ ചെയ്യുമ്പോൾ രാഘവൻ എഴുതാൻ കഴിയുന്നില്ല, രാഘവന്റെ സ്വാതന്ത്ര്യം ഇല്ലാതായി തുടങ്ങുന്നു എന്ന സംശയം രാഘവന് തോന്നുമ്പോൾ രാഘവൻ ചെറുതായിട്ട് ഇങ്ങനെ ആദ്യം കാണിക്കുന്നുണ്ട്. പിന്നീട് ഏകദേശം സ്വാതന്ത്ര്യം ഇല്ലാതായി എന്ന് ഉറപ്പായി ആ ഒരു പ്രഷറിൽ ഇരിക്കുമ്പോഴത്തേക്ക് രാഘവൻ ഇങ്ങനെ കൈവയ്ക്കുന്നു. പിന്നീട് അഞ്ജലി വളരെ ഇത് പ്രഷർ ചെയ്ത് രാഘവനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറി തുടങ്ങുമ്പോൾ ഏകദേശം ഇതുപോലെ, അതായത് നോർമലും അബ്നോർമലും ഏകദേശം കണക്ട് ആയി രണ്ടും ഒരേ രീതിയിൽ നിൽക്കുന്നു. നോർമാലിറ്റി അബ്നോർമാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് കീഴടക്കിയിരിക്കുന്നു എന്നീ അർത്ഥത്തിലാണോ ഈ ഒരു കൈകൊണ്ടുള്ള അഭിനയ പ്രകടനം എന്ന് ഞാൻ. ഇനി നമുക്ക് രാഘവനിലെ മുന്നറിയിപ്പുകൾ. സിനിമയുടെ പേര് മുന്നറിയിപ്പാണല്ലോ. രാഘവൻ എന്ത് മുന്നറിയിപ്പാണ് നമുക്ക് തരുന്നത്? ആദ്യം മുതൽ പല രീതിയിൽ രാഘവൻ പല മുന്നറിയിപ്പുകൾ സമൂഹത്തിലോട്ട് കൊടുക്കുന്നുണ്ട്. അഞ്ജലി രാഘവനെ ആദ്യം ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, നമ്മുടെ വാർഡന്റെ ബെനിഫിറ്റ് സ്കീം വഴി പുറത്തിറങ്ങിയാൽ ഒരു ജീവിതം കിട്ടുമല്ലോ എന്ന് പുതിയ ജീവിതം തുടങ്ങാമല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നുണ്ട്, പുതിയ ജീവിതവും പഴയ ജീവിതവും എന്നൊക്കെ ഉണ്ടോ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ. നമുക്കത് ഒരു സാത്വികമായിട്ടുള്ള ഒരു ഉയർന്ന ചിന്താഗതിയായിട്ട് തോന്നുമെങ്കിലും രാഘവൻ പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ കിടന്നിട്ട് എനിക്കൊന്നും മാറ്റമില്ല, പുറത്തു പോയാലും രാഘവൻ തന്നെയായിരിക്കും എന്നൊരു മീനിങ്ങിലായിട്ടാണ് എനിക്ക് അതൊരു മുന്നറിയിപ്പായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ട് കാണാനാരും ഇല്ലാത്തത് കൊണ്ടാണോ പുറത്തു പോകാത്തത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നുണ്ട്, ഞാൻ ബേസിക്കലി ഒരു അലസനാണ്, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രാഘവൻ ആ ഒരു റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡർ ചോദിച്ചിട്ട് ഇതെന്താ സാധനം, ഇത് ശബ്ദം മാത്രമല്ലേ റെക്കോർഡ് ചെയ്യാൻ പറ്റും, നമ്മളെ മനസ്സിനെ ചിന്തിക്കുന്നതിനെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് പുറത്തിറങ്ങിയാൽ ആരും ഇല്ല എന്ന് ഉള്ളതുകൊണ്ടാണോ പുറത്ത് പോകാൻ ശ്രമിക്കാത്തതെന്ന് ചോദിച്ചതിന് ഒരു ഉത്തരം കൊടുത്തതിന് ശേഷമാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ അപ്പോൾ രാഘവന്റെ മനസ്സിൽ മറ്റൊരു ഉത്തരമായിരുന്നിരിക്കാം. ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ ഞാൻ വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യും എന്ന് കരുതിയിട്ടോ, അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ആ ഒരു സുഖമുള്ള ജീവിതം പുറത്ത് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടോ, ഇതൊക്കെ ആയിരിക്കും രാഘവന്റെ ഉള്ളിലുള്ള ഉത്തരങ്ങൾ. ഒരുപക്ഷെ കൊലപാതക പ്രവണതയെക്കുറിച്ച് തന്നെയായിരിക്കും രാഘവന്റെ ഉത്തരം. അത് പറയാൻ പറ്റില്ല. അത് ഈ മെഷീൻ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു ജിജ്ഞാസയിലൂടെ ചോദിച്ചതായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അഞ്ജലിയുടെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് നമ്മുടെ രാഘവൻ പറയുന്നത്, സ്വിച്ചിട്ടാൽ വെളിച്ചം ഉണ്ടാക്കുന്ന ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ സ്വിച്ചിട്ടാൽ വെളിച്ചം ഇരുട്ടുണ്ടാകുന്ന ബൾബ് വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? വെളിച്ചവും സത്യവും ഒരുപോലെയാണ്. അത് ഇല്ലാതാക്കാൻ പറ്റൂല. അത് മറച്ചു പിടിക്കാൻ മാത്രമേ പറ്റൂ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇത് പറയുന്നത് രാഘവനായിട്ട് മമ്മൂട്ടി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഓക്കെ, അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല, ഇയാൾ നിരപരാധിയാണ്, സത്യം കാണാതെയാണ് ഒരു ശിക്ഷ ഇയാൾക്ക് കൊടുത്തേക്കുന്നത് എന്നൊരു മീനിങ്ങിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രാഘവൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ ശ്രമിച്ചാലും, ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ശ്രമിച്ചാലും സത്യം ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നാണ്, അത് പുറത്ത് വന്നു എന്നൊരർത്ഥത്തിലാണ് ഈ രാഘവൻ ഈ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ രാഘവന്റെ ഒരു ഡയറി ഇതിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയറിയിൽ രാഘവൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കുറ്റം ചെയ്യുന്ന ഒരാളെ ജയിലിൽ അടയ്ക്കുന്നത് അയാളെ നന്നാക്കാനാണോ അതോ അയാളിൽ നിന്ന് സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജയിലിലിടുന്ന ഒരു വ്യക്തിക്ക് പൗരാവകാശമാണ് ഇല്ലാത്തത്, മനുഷ്യാവകാശമുണ്ട്. അപ്പോൾ മനുഷ്യാവകാശത്തെ ശിക്ഷിക്കാത്ത രീതിയിൽ ഒരാൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ അയാളെ എങ്ങനെ തിരുത്താൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. പൗരാവകാശങ്ങളാണ് ശിക്ഷിക്കപ്പെടുന്നത്, മനുഷ്യനെ ശിക്ഷിച്ചിട്ടില്ല, മനുഷ്യൻ മാറിയിട്ടില്ല, രാഘവൻ എന്ന മനുഷ്യൻ മാറിയിട്ടില്ല എന്നാണ് ആ ഒരു ലൈനിലൂടെ രാഘവൻ പറയാൻ ശ്രമിച്ചത്, അല്ലെ അർത്ഥമാക്കിയത് എന്നാണ് എനിക്ക് തോന്നിയത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു സംഭവമുണ്ട്. കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്റെ പ്രതിബിംബം അവിടെ, കണ്ണാടിയിൽ നിന്ന് ഞാൻ മാറിയാൽ എന്റെ പ്രതിബിംബം അവിടെ ഉണ്ടാവുമോ, അത് എന്റെ കൂടെ വരൂ? എന്തായാലും തിരിച്ച് ഞാൻ വീണ്ടും കണ്ണാടി നോക്കുമ്പോൾ എന്റെ പ്രതിബിംബം അവിടെ ഉണ്ട്. ഇത് രാഘവന്റെ ഉള്ളിലെ ആ ഒരു സൈക്കോ, ഒരു കുറ്റവാളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എന്നിലെ കുറ്റവാളി അവിടെയുണ്ട്, ഞാനത് നോക്കാതിരുന്നാൽ ആ കുറ്റവാളി എന്നോടൊപ്പം തന്നെ ഉണ്ടാവും, പക്ഷേ വീണ്ടും ഞാൻ നോക്കിയപ്പോൾ അത് എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന രസത്തിലാണ്. രാഘവന്റെ ഉള്ളിൽ തന്നെ ആ ഒരു കുറ്റവാളി നിലനിൽക്കുന്നുണ്ട്, 20 വർഷത്തെ ശിക്ഷ കൊണ്ട് ഒരു മാറ്റം അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു വരികളെന്നാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന വേറൊന്നാണ്, നമ്മൾ അശോക സ്തംഭത്തിൽ 4 സിംഹത്തിന്റെ തലകളുണ്ട്, പക്ഷെ ഒരു തല പുറകിലാണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല. രാഘവന്റെ പുറത്ത് കാണുന്ന, നിങ്ങളിപ്പോൾ കാണുന്ന ഒരു മുഖമല്ല, അകത്ത് മറ്റൊരു മുഖം എപ്പോഴും ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ്. ബുക്ക് എഴുതാനുള്ള ഒരു അഡ്വാൻസ് തുകയായിട്ട് ഈ അഞ്ജലിക്ക് ആ കമ്പനിക്കാർ ഒരു അഡ്വാൻസ് തുക നൽകുന്നുണ്ട്. ആ തുക രാഘവന് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാഘവനോട് അഞ്ജലി ചോദിക്കുന്നുണ്ട്, ഒരു പുരുഷായുസിൽ ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു പുരുഷായുസിൽ ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ രാഘവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീകളുടെ ആയുസും പുരുഷായുസ് എന്ന് തന്നെയാണോ? ഈ പൈസ യഥാർത്ഥത്തിൽ അഞ്ജലിക്ക് കിട്ടിയതാണ്. അപ്പോൾ അഞ്ജലിയുടെ ആയുസിലും ഇതായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടിയ പൈസ. അഞ്ജലിയുടെ ആയുസ് തീരാൻ പോകുന്നു, അപ്പോൾ അഞ്ജലിയുടെ ആയുസിലും ഇതാണല്ലേ
ഏറ്റവും കൂടുതൽ കിട്ടാൻ പോണത് എന്നൊരു അർത്ഥം, അഞ്ജലിയെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു അർത്ഥത്തിൽ വേണമെങ്കിൽ ആ ഒരു സീനും ആ ഒരു ഡയലോഗും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് ഈ സിനിമയ്ക്ക് മുന്നറിയിപ്പ് എന്നുള്ള ഒരു പേര് എങ്ങനെ ചേരും എന്നാണ്. പക്ഷേ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സിനിമയ്ക്ക് മുന്നറിയിപ്പ് എന്ന പേരാണ് ചേരുന്നത്. ഇത് തന്നെയാണ് സിനിമ എന്നൊരു നിഗമനത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത്.